ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങും പച്ചക്കടലയുണ്ടല്ലോ, അതും കറുത്ത കടല അതും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് നല്ലൊരു ഗ്രേവി, തേങ്ങയൊന്നും ഒഴിക്കണ്ട. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് വരൂ കാണിച്ചു തരാം. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വല്യുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ തക്കാളിയാണ്, ഒരെണ്ണം ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ട് അതും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. അത് വഴണ്ട് വന്ന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം ലേശം മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആ ഉരുളക്കിഴങ്ങും കടലയും വേവിച്ച് വെച്ചില്ലേ, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങി ഉണ്ടല്ലോ, കുമ്പളങ്ങി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഈ കുമ്പളങ്ങ മാത്രമല്ല ഇനി വേവേണ്ടതുള്ളൂ, ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മളിതൊന്ന് അടച്ച് വയ്ക്കുക. ഇതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി വിട്ട് കൊടുക്കുക കേട്ടോ. ഇളക്കി വിട്ട് കഴിഞ്ഞ് കുറച്ച് പെട്ടെന്ന് തന്നെ ഗ്രേവി മാതിരി ആയിട്ടുണ്ട്. ഇതിന് ശേഷം കുറച്ച് മല്ലിയിലയും കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ കാലത്ത് ഉണ്ടാക്കി പറഞ്ഞാൽ കാലത്തുള്ള ഇഡ്ഡലിക്ക്, ദോശയ്ക്കോ ചപ്പാത്തിക്കോ ഒക്കെ നമുക്ക് എടുക്കാം. ഉച്ചയ്ക്ക് ചോറ്റിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആരും തന്നെ നിങ്ങൾക്ക് ചട്ടിയോടെ തരില്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ചട്ടിയോടെ തരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കണ്ട കേട്ടോ. ബായ്.